രമേശ് ചെന്നിത്തല അഴിച്ചുവിട്ട കൊടുങ്കാറ്റ്, ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ലഹരി മരുന്നുകൾക്കെതിരായിട്ടുള്ള വലിയ പോലീസ് നടപടി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ വിജയകരമായിട്ട് പ്രദർശനം തുടരുകയാണ്. ഈ നമ്മുടെ ഐ വി ശശിയുടെ അങ്ങാടിയും അഹിംസയൊക്കെ ഓടിയ പോലെ 100-ാം ദിവസം കടന്നു പോകുന്നൊരു വലിയ ബോക്സ് ഓഫീസ് ഹിറ്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പോലീസുകാർ കഞ്ചാവ് കച്ചവടക്കാരെയും MDMA കടത്തുകാരെയൊക്കെ പിടിക്കുന്നുണ്ട്. പല കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓപ്പറേഷൻ തൂഫാനിൽ ഇത്ര കേസുകൾ ഇന്ന ദിവസം പിടിച്ചു, ഇത്ര ഗ്രാം കഞ്ചാവ് പിടിച്ചു, ഇത്ര മില്ലിഗ്രാം MDMA പിടിച്ചു, ഹഷീഷ് പിടിച്ചു, കൊക്കൈൻ പിടിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ ദിവസം വരുന്നുണ്ട്. അതൊക്കെ വളരെ സന്തോഷകരമാണ്. മാത്രമല്ല, രമേശ് ചെന്നിത്തല നമ്മുടെ നാട്ടിലെ സമുദായ നേതാക്കളെയോ അതുപോലെ മതമേലധ്യക്ഷന്മാരെയൊക്കെ നേരിട്ട് കണ്ട് അവരുടെയൊക്കെ പിന്തുണ അഭ്യർത്ഥിക്കും. ഇവരിൽ പലർക്കും തൂഫാൻ വാരിയർ എന്ന ഒരു ബിരുദം അവരുടെ നെഞ്ചത്ത് കുത്തി കൊടുക്കുകയൊക്കെ ചെയ്തു. കാന്തപുരം മുസ്ലിയാരും അതുപോലെ ജിഫ്രി തങ്ങളുമൊക്കെ ഈ തൂഫാൻ വാരിയേഴ്സായിട്ട് നിൽക്കുന്ന പടവും ഞാൻ കണ്ടു. ഇനി വൈകാതെ വരാപ്പുഴ ആർച്ച് ബിഷപ്പിനെയും കോട്ടപ്പുറം ബിഷപ്പിനുമൊക്കെ ഇത് കുത്തി കൊടുക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇതിനകം കുത്തി കൊടുത്തിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ കൊടുത്തിട്ടുണ്ടാവും, ഞാൻ കാണാത്തവും. ഏതായാലും ഇങ്ങനെ വിവിധ സമുദായ നേതാക്കന്മാരൊക്കെ കഞ്ചാവിനെതിരായിട്ട്, MDMAക്കെതിരായിട്ട്, ഹാഷീഷിനെതിരായിട്ട്, അതുപോലെ കൊക്കൈനെതിരായിട്ടൊക്കെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരും മയക്കുമരുന്ന് ഉപയോഗിക്കരുത്, കാണരുത്, കേൾക്കരുത്, കൊടുക്കരുത്, തലമുറയ്ക്ക് നാശമാണ് എന്നൊക്കെ പറയുമ്പോഴും ഈ സാധനത്തിൻ്റെ കച്ചവടത്തിന് വലിയ കുറവില്ല. അപ്പോൾ അങ്ങനെ ഒരു അന്തരാള ഘട്ടത്തിൽ സമുദായ അംഗങ്ങൾക്ക് വെച്ചാൽ മുസ്ലിം സമുദായ അംഗങ്ങൾക്ക് ഒരു 18 ഇന പരിപാടിയുമായിട്ട് രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ തിങ്ക് ടാങ്കായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. ഈ കാരക്കുന്നിനെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കും. ഇദ്ദേഹം വലിയൊരു പണ്ഡിതനാണ്, ചിന്തകനാണ്, സാമൂഹ്യ പരിഷ്കർത്താവാണ്, പ്രഭാഷകനാണ്. പാലക്കാട് വെച്ച് ഞങ്ങളുടെ ഒരു വേദിയിൽ ഒരിക്കൽ പ്രസംഗിച്ചിരുന്നതാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ നിരന്തരം യുദ്ധം ചെയ്യുന്ന ആളാണ് കാരക്കുന്ന്. 18 ഐറ്റംസ് ഉള്ള ഒരു പരിപാടി ഇപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ മുമ്പിൽ വച്ചിരിക്കുകയാണ്. അത് വളരെ വളരെ ആലോചനാപ്രദമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് പുള്ളി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന തീം എന്ന് പറയുന്നത് മയക്കുമരുന്നിനോടുള്ള എതിർപ്പ് മാത്രമല്ല, നമ്മുടെ സാംസ്കാരിക സാഹചര്യത്തെ മൊത്തത്തിൽ ശുദ്ധീകരിക്കുന്നതിനുള്ള ഒരു നടപടിക്രമമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ സമുദായത്തിൽപ്പെട്ട ഏതെങ്കിലും ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്നായി നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ വിളിച്ച് ഉപദേശിക്കണം, അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം, അവരെ പ്രബോധനം ചെയ്യണം. ഇസ്ലാമിൻ്റെ മാർഗത്തിൽ മയക്കുമരുന്നിന് യാതൊരു സാധ്യതയുമില്ല, യാതൊരു പ്രസക്തിയുമില്ല. ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഒരു കാരണവശാലും മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് അവരെ പറഞ്ഞ് ബോധവൽക്കരിക്കണം, മനസ്സിലാക്കണം, അവരെ പ്രബോധനം ചെയ്യണം, അവരുടെ കുടുംബാംഗങ്ങളെയും കാര്യങ്ങളെയും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ കണ്ടുമുട്ടുകയാണെങ്കിൽ ഒരിക്കലും അവരോട് കോപാകുലരാകരുത്. അവരോട് പരമാവധി സ്നേഹത്തോടുകൂടി സംയമനത്തോടുകൂടി സഹോദരി ഈ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പാടില്ല, ഇത് ഖുർആനികമായിട്ട് തെറ്റാണ്, ദൈവശാസ്ത്രപരമായിട്ട് തെറ്റാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരും മയക്കുമരുന്ന് വിൽക്കുന്നവരും ഒന്നും ദൈവ സമക്ഷത്തിലെത്തുകയില്ല, ഇങ്ങനെ ചെയ്യുന്നത് കൊടിയ പാപമാണ്, നരകം ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞ് ബോധവൽക്കരിക്കണം. അതുപോരാ, ഈ യുവതികളെയൊക്കെ മയക്കുമരുന്നിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ധാരാളം കവിതകളും കഥകളും നോവലുകളും ഉപന്യാസങ്ങളൊക്കെ എഴുതി പ്രസിദ്ധീകരിക്കണം. അത് വായിച്ചിട്ട് ഒരു കാരക്കുന്ന് പറയുന്ന രീതിയിലാണെങ്കിൽ അത് വായിക്കുന്നവർ ഒരു കിക്ക് കിട്ടാൻ വേണ്ടി 2 കൂടുതൽ വലിക്കാനും സാധ്യതയുണ്ട്. എന്തുകൊട്ടെ, കാരക്കുന്ന് വിചാരിക്കുന്ന പോലെയാണെങ്കിൽ ഈ കഥകളും കവിതകളും നോവലുകളും യാത്രാ വിവരങ്ങളൊക്കെ വായിച്ച് ചെറുപ്പക്കാർ മാനസാന്തരപ്പെട്ട് മയക്കുമരുന്നിൻ്റെ ഉപയോഗം അവസാനിപ്പിക്കും എന്നാണ്. അങ്ങനെ ചെയ്യുക. പിന്നെ അതിലും പോരാതെ ആളുകളെ ഗുണദോഷിക്കുക, ചെറുപ്പക്കാരെ ഒരിക്കലും അവരോട് ദേഷ്യപ്പെടരുത്, അവരോട് സ്നേഹത്തോടെ പെരുമാറണം. മകനെ, മകളെ, സഹോദരി മയക്കുമരുന്ന് ഉപയോഗിക്കാതിരിക്കൂ. മയക്കുമരുന്ന് നമ്മുടെ പണവും നമ്മുടെ ആരോഗ്യവും നശിപ്പിക്കും, തലമുറകളെ ഇല്ലാതാക്കും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത്, പടച്ചവനെ ഓർത്ത്, റബ്ബിനെ ഓർത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞവരെ ബോധവൽക്കരിക്കുകയാണ് ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് കാരക്കുന്നിൻ്റെ ഈ 18 ഇന ഫത്വയിലെ പ്രധാനപ്പെട്ട ഇനങ്ങൾ. പക്ഷേ
ഇതൊക്കെ വലിയ സാരമുള്ള കാര്യങ്ങളല്ല. 18ാമത്തെ ഒരു ഐറ്റം ഉണ്ട്. അത് വായിച്ചുകൊണ്ടാണ് ഞാൻ സത്യത്തിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ നിർബന്ധിതനായത്. 18ാമത്തെ ഐറ്റത്തിൽ പുള്ളി പറയുന്നത് ഏതെങ്കിലും ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനോ കച്ചവടക്കാരനോ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടുകയാണ്, അവൻ കച്ചവടക്കാരനാണ്, കാരിയറാണ്, സമൂഹത്തിൽ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നവനാണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ അതിന് അദ്ദേഹം പറയുന്ന ഉത്തരം, അദ്ദേഹം തന്നെ ഒരു പ്രൊപ്പോസിഷൻ മുമ്പോട്ട് വച്ചിരിക്കുകയാണ്. അതെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്നവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇങ്ങനെ ചെയ്യരുത്, ചെയ്യുന്നത് തെറ്റാണ്. അവരെ ഗുണദോഷിച്ച് നേർവഴിക്ക് നടത്തി നന്നാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് കാരക്കുന്നിനോട് ചോദിക്കാനുള്ളത്, എൻ്റെ പൊന്ന് കാരക്കുന്നേ, ഇതിലും എത്രയോ എളുപ്പമാണ് ഈ മയക്കുമരുന്ന് വിൽപ്പനക്കാരനായ ഒരുത്തൻ നമ്മുടെ സമുദായ അംഗമാണെന്ന് വിചാരിച്ചു. നമുക്കറിയാവുന്ന ആളാണ്, നമ്മുടെ മഹല്ലയിൽപ്പെട്ട ഒരാൾ ഈ സ്കൂളിൻ്റെ മുമ്പിൽ സ്റ്റാമ്പ് വിൽക്കുന്ന ആളാണ് എന്ന് വിചാരിക്കുക. കുട്ടികൾക്ക് നാക്കത്ത് വയ്ക്കാൻ കൊടുക്കുന്ന സ്റ്റാമ്പ് ഉണ്ടല്ലോ, ആ സ്റ്റാമ്പ്. അല്ലെങ്കിൽ കോളേജിൽ MDMA വിൽക്കുന്നവനാണ് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ കഞ്ചാവിൻ്റെ മൊത്ത കച്ചവടക്കാരനാണെന്ന് വിചാരിക്കുക. എത്രയോ എളുപ്പമാണ് ഇവനെ പറഞ്ഞ് ബോധവൽക്കരിക്കുന്നതിനേക്കാളും ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ. നമുക്ക് ഓപ്പറേഷൻ തൂഫാൻ നിസ്സാരമായിട്ട് വിജയിപ്പിക്കാമല്ലോ. സമുദായത്തിലുള്ള അല്ലെങ്കിൽ മഹല്ലയിൽപ്പെട്ട കഞ്ചാവ് കച്ചവടക്കാരെ കണ്ടെത്തുക, MDMA കച്ചവടക്കാരെ കണ്ടുപിടിക്കുക, ഇതിൻ്റെ കാരിയേഴ്സിനെ കണ്ടുപിടിക്കുക, അവരുടെ പേരും വിലാസവും വാപ്പാൻ്റെ പേരും വീട്ടഡ്രസ്സും കൂടി ചേർത്ത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചാൽ പോരെ. നിസ്സാരമായിട്ട് അവരെ പോലീസ് തൂക്കിയെടുത്തുകൊണ്ട് പോകും. മാത്രമല്ല ഈ NDPS കേസിലൊക്കെ കഠിനമായ ശിക്ഷയാണ്. കുറ്റം തെളിഞ്ഞാൽ 15 കൊല്ലമൊക്കെ ജയിലിൽ കിടക്കേണ്ടി വരും. 15 കൊല്ലത്തേക്ക് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് സമാധാനമായിട്ട് അന്തസ്സായിട്ട് തലയുയർത്തി പിടിച്ച് നടക്കാം. ആ വഴിക്ക് ശ്രമിക്കുന്നതിന് പകരം കാരക്കുന്ന് എന്താ പറയുന്നത്, കഞ്ചാവ് കച്ചവടക്കാരനെ കാണുമ്പോൾ വിളിക്കുക, അനിയ, സഹോദര, സഹോദരി, അല്ലെങ്കിൽ മകനെ, മകളെ, നീ ഈ കഞ്ചാവ് കച്ചവടത്തിന് പോകരുത്, അത് നല്ല പരിപാടിയില്ല, അത് ഖുർആനികമായിട്ട് ശരിയായിട്ടുള്ള കാര്യമല്ല, ഹദീസ് പ്രകാരവും തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഏത് നിലക്ക് നോക്കിയാലും ഇത് ഇസ്ലാം ദീനിന് നിരക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് നീ ഈ കഞ്ചാവ് കച്ചവടം നിർത്തിയിട്ട് ലാഭകരമായ സത്യസന്ധമായ വേറെ ഏതെങ്കിലും തൊഴിൽ ചെയ്യ് എന്ന് പറഞ്ഞാൽ പോരെ. അങ്ങനെ പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇത് കുറച്ചും കൂടി ഫലപ്രദമായിട്ട് നടക്കും എന്നെനിക്ക് തോന്നുന്നു. ഏതായാലും കാരക്കുന്നിൻ്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യാൻ ഞാൻ ആളല്ല. അദ്ദേഹം ഇനി ഇതുപോലെയുള്ള തമാശകളൊക്കെ പറഞ്ഞും എഴുതി നമ്മളെ ചിരിപ്പിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. അതിനുവേണ്ടി കാത്തിരിക്കുന്നു. ആമേൻ.